എല്ലാവർക്കും നമ്മുടെ അബുദാബി ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗാർഡൻ നല്ല ക്ലീനൊക്കെ ആക്കി സെറ്റാക്കി റെഡിയാക്കി നിർത്തിയേക്കാണ്. ഇനി അതിലേക്ക് നടാനായിട്ട് കുറച്ച് ചെടികൾ വാങ്ങിക്കാൻ നമ്മൾ നേരെ മീനയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് മീന ഫ്ലവർ മാർക്കറ്റ്. ഇവിടെ ഇതേപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതിപ്പോൾ ഷോപ്പ് നമ്പർ 34 ആണ്. അങ്ങനെ 35, 36 അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു നിവർന്ന് എടുക്കുകയാണ് അടുത്തടുത്തായിട്ട്. എല്ലായിടത്തും നല്ല കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവും. ഞാനിവിടെ നിന്ന് മെയിനായിട്ട് വാങ്ങിക്കുന്നത് ഈ വെജിറ്റബിളിൻ്റെ തൈകളാണ്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഈ മുളക്, അതേപോലത്തെ ഉള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ ചിലപ്പോൾ കിട്ടും. ഇതെല്ലാം കൂടി ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. പല പല ഷോപ്പുകളായിട്ട് നമ്മൾ കയറി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ വാങ്ങിക്കാൻ പറഞ്ഞ സംഭവം മറന്നുപോയി. അതിൻ്റെ ആലോചനയിലായിരുന്നു. മമ്മി കുറച്ച് ദിവസമായി പറയുന്നു ഒരു പപ്പായ, ഞങ്ങളുടെ അവിടെയൊക്കെ കപ്പങ്ങ എന്നാണ് പറയുക, ഈ സംഭവത്തിൻ്റെ ഒരെണ്ണം വേണം എന്നുള്ളത്. നാട്ടിൽ നിന്ന് കുറച്ച് വിത്തുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമ്മൾ വിതച്ചിട്ടിട്ടുണ്ട്. എന്നാലും ഒരു നല്ലതൊരെണ്ണം വാങ്ങിച്ചു. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഫുള്ള് ഇതേപോലത്തെ പോട്ടുകൾ, സംഭവങ്ങൾ, ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുടെ കുറേ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ നടക്കാം. ഇത് പല പല ഷോപ്പുകൾ ഇങ്ങനെ കണക്ട് ആയേക്കുന്നതാണ്. ഇതിലേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇവർ അകത്ത് നല്ല AC റൂമിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ബോഗൻവില്ലയാണെന്ന് തോന്നുന്നു. ഈ യൂറോപ്യൻസ് ഒക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും റെഡ് കളറിലുള്ളത് കണ്ടിട്ടുള്ളൂ, പിങ്ക് കളറോ അതിലുള്ളത് കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ വെറൈറ്റി കാണുന്നത് ഇപ്പോഴാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട്. പക്ഷേ പൂക്കളോട് നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതിൻ്റെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഈ ചാണകമില്ല നമ്മുടെ നാട്ടിലത്തെ, അത് പൊടിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് 10 രൂപത്തിന് നമുക്ക് കിട്ടുന്നതാണ്. ചെടിക്കൊക്കെ നല്ല വളമാണ് സംഭവം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറിയാമ്മനോട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇതെല്ലാം കൊണ്ടൊന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് പോയി ഫുഡ് അടിക്കാന്ന് പറഞ്ഞ് നേരെ വീട്ടിലെത്തി ഓരോ സംഭവങ്ങൾ എല്ലാം എടുത്ത് നമ്മൾ അകത്ത് വളരെ ഭദ്രമായിട്ട് എടുത്തു വെച്ചു. അത്യാവശ്യം വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ പപ്പായയുടെ തൈ അങ്ങ് നട്ടു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സീനിയുടെ വിത്തുകളൊക്കെ ഞാൻ ഒരു കവറിൽ കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരറ്റം തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ നമ്മൾ ഫുള്ള് ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മണ്ണിട്ട് മൂടി നല്ല സെറ്റാക്കി നിർത്തിയേക്കാണ്. ഇനി എല്ലാം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാൻ പറ്റും. പൂച്ച സാറിനെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. ഒരു ഇത്തിരി നനവ് എവിടെയെങ്കിലും കണ്ട അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കും കുടുംബത്തോടൊപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന വരത്ത് ഇങ്ങനത്തെ കോലുകൾ 2 സൈഡിലേക്ക് കുത്തി വെച്ചേക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുളച്ചു വരുമ്പോഴേക്കും അത് പരവതാനിയായിട്ട് അവന്മാർ അതുമ്പോൾ കിടക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് പൂച്ച യൂണിവേഴ്സിലെ മറിയാമ്മ മുക്ക്. ഈ ഒരു ആള് ഇവിടെ തന്നെയാണ് ഫുൾ ടൈം. ഒരു പരിപാടിയില്ല, താഴ്ത്തു പോലും കിടക്കത്തില്ല. ഇവിടെ എപ്പോൾ നോക്കിയാലും ഇവിടെ കിടക്കുന്നുണ്ടാവും. ആരെങ്കിലും ഫുഡ് കൊണ്ടെന്ന് അതുമ്പോൾ വെച്ചു കൊടുത്താൽ കഴിക്കും, താഴ്ത്തിറങ്ങി പോലും കഴിക്കത്തില്ല. വല്ലാത്തൊരു സാമ്യം ഞാൻ ഫീൽ ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ലപോലെ രാത്രിയായി. നമ്മളിന്ന് നട്ട സീനിയുടെ വിത്തുകളും അതുപോലെ തന്നെ മീനയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നട്ട തൈകളും എല്ലാം നല്ലപോലെ നനച്ചു. ഇനി നേരെ വീട്ടിലേക്ക് കയറി പോകുന്നു, ഫുഡ് അടിക്കുന്നു, പിള്ളേരുടെ കൂടെ കുറച്ചു നേരം ഗുസ്തി. അപ്പോഴേക്കും ആരെങ്കിലും കരയും, മറിയാൻ ഒച്ചെടുക്കും, നമ്മൾ പോയി കിടന്നുറങ്ങും. ഇനി വിത്തൊക്കെ വളർന്നു വരുമ്പോഴേക്കും ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകണം. പൂച്ചകൾ, അതുപോലെ കിളികൾ, അങ്ങനെ. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.